ഇതാണിപ്പോൾ ഇവിടെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ ഇത് ഉള്ളത് ടെസ്റ്റ് വാൽവാണ്. ഫിൽട്ടർ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് വാൽവാണ്. നമുക്ക് അപ്പോൾ അതിൽ കൂടെ ഒരു സാമ്പിൾ എടുത്ത് നോക്കാം. ഇത് ഇപ്പോൾ ഫിൽറ്ററായി മുകളിലേക്ക് പോണ വെള്ളമാണ്. ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് ഈ കസ്റ്റമർ തന്നെ ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ടിൽ ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറ്റാനിക്കരയിലാണ്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ നമ്മളെ വിളിക്കാൻ കാരണം ഇവിടെ ഓൾറെഡി ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് പ്രോപ്പറായി വർക്ക് ചെയ്യാത്തത് കൊണ്ട് ആണ് നമ്മൾ വിളിക്കാൻ കാരണം. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ വെള്ളത്തിൽ അയേണ്ട കണ്ടൻറ്റും കാര്യങ്ങളും ടർബിഡിറ്റിയൊക്കെ വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലായി. അതുകൂടാതെ കസ്റ്റമർ നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്ത റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് സാമ്പിൾ ഇതിൽ കാണിക്കാം, ഈ വീഡിയോയിൽ കാണിക്കാം. ഫിൽട്ടർ ആവുന്നതിൻ്റെ മുമ്പുള്ളതും അതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രൈമറി പ്രശ്നങ്ങൾ വെള്ളത്തിലത്തെ അയൺ ടർബിഡിറ്റി, അതായത് വെള്ളം നല്ലോണം കലങ്ങിയതാണ്. അതുപോലെ pH കുറച്ച് കുറവുണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഒരു സ്റ്റഡി നടത്തി എങ്ങനെ ഏറ്റവും നല്ല രീതിക്ക് ഫിൽട്ടർ ചെയ്യാം, അതുപോലെ ഓട്ടോമാറ്റിക് ഫിൽട്ടർ യൂണിറ്റ് വേണമെന്നുള്ളത് കസ്റ്റമർക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഞങ്ങൾക്ക് ഇവിടുത്തെ കിണറിലത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. കിണറ്റിലെ വെള്ളം ഇപ്പോൾ നമുക്ക് മോട്ടർ അടിച്ചെടുത്ത് നോക്കാം. ഓഫ് ചെയ്തോളൂ. ഇതാണിപ്പോൾ ഇവിടെ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം. ഇവിടെ നിന്നാണ് ഈ ഫിൽട്രേഷൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജ് തുടങ്ങുന്നത്. ഇപ്പോൾ കിണറിൽ നിന്ന് വെള്ളമടിക്കുമ്പോൾ ഒരെണ്ണത്തിൽ ക്ലോറിനും ഒരെണ്ണത്തിൽ ആലുമാണ് മിക്സ് ചെയ്ത് വെച്ചത്. അത് ഈ ഡോസിങ് പമ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകുന്ന വെള്ളത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അത് അവിടുത്തെ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ രണ്ടും മിക്സ് ആയിട്ട് കെടുക്കുകയാണ് ചെയ്യുക. അത് അപ്രോക്സിമേറ്റ് ഒരു 6 മണിക്കൂർ വരെ അത് കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി അവിടെ ആ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ കെടുക്കും. അതിനുശേഷം ഫിൽട്ടർ ചെയ്തിട്ട് ഓവർ ടാങ്കിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇതിൽ ഈ പമ്പുകൾ ചെയ്യണത് ക്ലോറിനും ആലത്തിനും കൺട്രോൾഡ് അളവിൽ നമ്മൾ സെറ്റ് ചെയ്താണ് അളവിൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ വരുന്നത്. അപ്പോൾ മുകളിലേക്ക് അടിക്കുന്ന മോട്ടർ എപ്പോൾ ഓണാക്കണോ അതിനനുസരിച്ചിട്ട് ഈ രണ്ട് ഡോസിങ് പമ്പുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിക്കോളും. നമ്മളിതിൽ ഈ ആലം ക്ലോറിനും ഒഴിക്കുന്നത് മാത്രം ഈ ടാങ്കിൽ കുറയുന്നതിനനുസരിച്ച് മാനുവലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് മാത്രമാണ് മാനുവലായിട്ട് ഇവിടെ ചെയ്യേണ്ടി വരിക. പിന്നെ മുകളിൽ നമുക്ക് സെഡിമെൻറ്റേഷൻ ടാങ്കിലത്തെ ചെളിയും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കളയേണ്ടി വരും. നമ്മൾ വീടിൻ്റെ മുകളിലാണ് ഇവിടെ പ്ലാന്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഈ അടിയിൽ കാണുന്ന ടാങ്കാണ് സെഡിമെൻറ്റേഷൻ ടാങ്ക്. ആലം ക്ലോറിനും ഡോസ് ചെയ്തിട്ട് ഈ ടാങ്കിലാണ് ആദ്യം വെള്ളം വരിക. അതിനുശേഷം അപ്രോക്സിമേറ്റ് ഒരു 6 മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളം അവിടെ റെസ്റ്റ് ചെയ്യാനിടും. അതിനുശേഷം ഇവിടെ 2 സ്റ്റേജുള്ള ഫിൽട്രേഷനാണ് വെച്ചത്. അതുവഴി ഫിൽട്ടർ ചെയ്ത് മുകളിലുള്ള ഫൈനൽ ഔട്ട്പുട്ട് ടാങ്കിലേക്ക് വെള്ളം പോവുകയാണ് ചെയ്യുക. ഫിൽട്ടർ യൂണിറ്റ് അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ഇത് അയൺ റിമൂവൽ ഫിൽട്ടറാണ്. രണ്ടാമത്തെ സ്റ്റേജ് ആക്ടിവേറ്റഡ് കാർബൺ. ഈ അയൺ റിമൂവൽ സിസ്റ്റത്തിൽ നമ്മൾ DMI 65 എന്ന് പറഞ്ഞ മീഡിയയാണ് ഉപയോഗിച്ചത് അയൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 63 കിലോയാണ് ഇവിടെ ഉപയോഗിച്ചത്. രണ്ടാമത്തെ സ്റ്റേജിൽ ആക്ടിവേറ്റഡ് കാർബൺ. ഇതിൽ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കാൻ കാരണം നമ്മളവിടെ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ എന്തായാലും എക്സസ് ക്ലോറിൻ ഉണ്ടായിരിക്കും. അതിനെ ക്ലോറിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഒപ്പം വെള്ളത്തിന് ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും വരുന്നുണ്ട്. അയൺ റിമൂവൽ സിസ്റ്റം ഈ DMI 65-ന് പല ഫങ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഇവിടെ മേജറായിട്ട് വരുന്നത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളത്തിന് ടർബിഡിറ്റി കുറയ്ക്കുക, സെഡിമെൻസിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫങ്ഷൻ വരുന്നത്. പിന്നെ DMI 65 ഇമ്പോർട്ട് ചെയ്യണ മീഡിയയാണ്. അതൊരു ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റാണ്. ഇവിടെയുള്ള ഫിൽട്ടർ യൂണിറ്റിന് ഓട്ടോമാറ്റിക് മൾട്ടിപോർട്ട് വാൽവാണ് വന്നത്. അതായത് നമ്മൾ മാനുവൽ സിസ്റ്റം ആകുമ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് വാൽവ് തിരിച്ച് ബാക്ക് വാഷ് ചെയ്യണം. അതിന് പകരം ഈ വാൽവ്, ഇത് പെൻഡെയറിൻ്റെ ബിൻറൺ എന്ന് പറഞ്ഞ മോഡൽ വാൽവാണ്. 1500 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത് മാക്സിമം. അപ്പോൾ
ഈ വാൽവ് നമ്മൾ സെറ്റ് ചെയ്തതിന് സമയത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് വാഷായിട്ട് ചെളി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരാൾ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് എല്ലാ ഫങ്ഷൻസും നടന്നോളും. പിന്നെ ഇവിടെ വെള്ളം വരുന്നത് നേരത്തെ കാണിച്ചു തന്ന സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് വെള്ളം ഒരു പമ്പ് വഴി ഈ ഫിൽട്ടർ യൂണിറ്റിലേക്ക് കയറി ഫിൽട്ടറായിട്ട് ഓവർ ടാങ്കിലേക്ക് പോകും. അതാണ് വരുന്നത്. പിന്നെ ഇത് അതിൻ്റെ കൺട്രോൾ പാനലും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ സിസ്റ്റം മാനുവലായിട്ട് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. ഇവിടെ അയൺ റിമൂവൽ മീഡിയ ആയിട്ട് DMI 65 ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. നമുക്ക് പലതരത്തിലുള്ള അയൺ റിമൂവൽ മീഡിയ ഉണ്ട്. കാറ്റലോക്സ് എന്ന് പറയുന്ന മീഡിയ ഉണ്ട്, MN02 ഉണ്ട്, അതുപോലെ BAM എന്ന് പറയുന്ന മീഡിയ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് മീഡിയ ഒരു സ്ഥലത്ത് വെള്ളം ഫിൽട്ടർ ചെയ്യുക ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുക നമ്മൾ ടെസ്റ്റ് റിസൾട്ടിനനുസരിച്ചിട്ട് ഒക്കെയാണ്. അതുപോലെ തന്നെ ഓരോ മീഡിയയ്ക്കും മിനിമം ഡെപ്തിൽ ഇത്ര മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇത്ര ക്വാണ്ടിറ്റി അയൺ റിമൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് അയണിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഇതിലത്തെ അയൺ റിമൂവൽ മീഡിയയുടെ അളവ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അത് ഓരോ സ്ഥലത്തെ വെള്ളത്തിൻ്റെ കണ്ടീഷനെ, ഇൻപുട്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അവിടുത്തെ ഫ്ലോ റേറ്റിനെ, വെള്ളം പമ്പ് ചെയ്യുന്ന ഫ്ലോ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഈ മീഡിയയുടെ അളവ് വ്യത്യാസം വരാം. ചിലപ്പോൾ മീഡിയയും വ്യത്യാസം വരാം. ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചത് V-Guardൻ്റെ ഒരു 1500 ലിറ്റർ പെർ അവർ ഫ്ലോ റേറ്റുള്ള ഫീഡ് പമ്പാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ 1500 ലിറ്റർ പെർ അവറിൻ്റെ ഫ്ലോ റേറ്റുള്ള വാൽവ് ഉപയോഗിക്കാൻ കാരണം. ഇപ്പോൾ നിങ്ങളുടെ അവിടെ ഫ്ലോ കൂടിയാണ് പമ്പാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് 2000-3000 ലിറ്റർ പെർ അവർ ഫ്ലോ റേറ്റ് ഉള്ള പമ്പാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വാൽവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അടുത്ത മോഡൽ ഫ്ലക്ക് എന്ന് പറഞ്ഞ സീരീസിലത്തെ വാൽവ് പെൻഡാറിൻ്റെ തന്നെ ഉണ്ട്, അത് ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്ററിൻ്റെ വലുപ്പത്തിലും മീഡിയയുടെ അളവിലും വാൽവിലൊക്കെ ഡിഫറൻസ് വരും ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്യുന്ന സമയത്ത്. ഓട്ടോമാറ്റിക് യൂണിറ്റ് ഏറ്റവും നല്ലത് ഇപ്പോൾ ബാക്ക് വാഷ്, ഇപ്പോൾ ഒരു സിസ്റ്റം വെച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും വീട്ടിലെ ആളില്ലെങ്കിൽ അല്ലെങ്കിൽ കെയർ ടേക്കർ ഇല്ലെങ്കിൽ, അതുപോലെ പ്രായമായ വ്യക്തികൾ മാത്രം താമസിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോൾ ഒരു മാനുവൽ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ കുറേ വാൽവുകളൊക്കെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ ഫിൽറ്റർ മീഡിയയ്ക്ക് നല്ലപോലെ ലൈഫും കിട്ടും. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ബാക്ക് വാഷ് നടക്കുന്നതുകൊണ്ട് ഫിൽറ്ററിലുള്ള ചെളി കറക്റ്റായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഫിൽറ്ററിൻ്റെ ലൈഫ് സാധാരണ മാനുവൽ സിസ്റ്റത്തിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത് 1.5 രാഡാണ്. അതായത് ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് ഇവിടെ ബാക്ക് വാഷ് നമ്മൾ വാല്യൂവിൽ പ്രോഗ്രാം ചെയ്തത്. അത് നമുക്ക് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ ഇൻ്റർവെൽസും ബാക്ക് വാഷിൻ്റെ ടൈമൊക്കെ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഇന്നത്തെ ബാക്ക് വാഷ് ഓൾറെഡി കാലത്ത് 6 മണിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്കിതിൽ മാനുവൽ ബാക്ക് വാഷ് ഒന്ന് ചെയ്ത് കാണിക്കാം. വേണമെങ്കിൽ നോക്കാം. ബാക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് വാഷ് ചെയ്ത് പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിൻസ് നടക്കും. റിൻസ് കഴിഞ്ഞാൽ പിന്നെ മുകളിലത്തെ ടാങ്കിലേക്ക് വെള്ളം അടിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ വെള്ളം ഫിൽറ്ററായിട്ട് മുകളിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉള്ളത് ടെസ്റ്റ് വാൽവാണ്. ഫിൽറ്റർ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് വാൽവാണ്. നമുക്ക് അപ്പോൾ അതിൽ കൂടെ ഒരു സാമ്പിൾ എടുത്ത് നോക്കാം. ഇത് ഇപ്പോൾ ഫിൽറ്ററായി മുകളിലേക്ക് പോണ വെള്ളമാണ്. ഫിൽറ്ററായ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ടാങ്കിൽ വെള്ളം കിടക്കുന്നത്. ഇതായിരുന്നില്ല ഇവിടുത്തെ മുമ്പത്തെ അവസ്ഥ. നിങ്ങൾക്ക് ഈ ടാങ്കിന്റെ സൈഡ് വോൾസ് നോക്കിയാൽ കാണാൻ സാധിക്കും, കറുത്ത പാടുകൾ കാണാൻ സാധിക്കും. അത് ഫിൽട്ടർ ആവാത്ത അയണുള്ള വെള്ളം കുറെ കാലം നിന്ന് വന്ന പാടുകളാണ്. അതൊരു കറ പോലെ പറ്റി പിടിച്ചിട്ടാണ് ടാങ്കിൽ. നമുക്കിപ്പോൾ ടാങ്കിന്റെ അടിഭാഗം വരെ കാണാവുന്ന രീതിക്ക് അത്ര ക്ലിയർ ആയിട്ടാണ് ഫിൽറ്റർ ഔട്ട്പുട്ട് വെള്ളം വരുന്നത്. ഇനി ഈ ടാങ്കിൽ ഇതുപോലുള്ള കറകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. സാനിറ്ററീസിലും ഇതുപോലെ അയൺ വഴി ഉണ്ടാവുന്ന സ്കെയിലിംഗ് വരില്ല. അപ്പോൾ നമ്മളിവിടുത്തെ സിസ്റ്റംസ് എല്ലാം കണ്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കസ്റ്റമർ മുമ്പ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വെള്ളത്തിലുണ്ടായിരുന്ന റിസൾട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അവിടെ ഇൻപുട്ട് വെള്ളത്തിൽ ടർബിഡിറ്റി 46 അതേപോലെ തന്നെ pH 6 ഉണ്ടായിരുന്നുള്ളൂ. അയൺ 5 മില്ലിഗ്രാം അയണാണ് ആ റിസൾട്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് ഈ കസ്റ്റമർ തന്നെ ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ടിൽ
എല്ലാം നോർമലായി. അതായത് pH 6.6 വന്നിട്ടുണ്ട്. അയണിൻ്റെ അളവ് ബിലോ ഡിറ്റക്റ്റബിൾ ലിമിറ്റാണ്. അതായത് അയൺ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ നിന്ന് റിമൂവ് ആയിട്ട് അത് പിന്നെ ഡിസോൾവ്ഡ് അയൺ ഇല്ല. ടർബിഡിറ്റിയുടെ അളവും ബിലോ ഡിറ്റക്റ്റബിൾ ലിമിറ്റാണ്. അതായത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഫിൽട്ടർ ഔട്ട് വെള്ളം വരുന്നത്. പിന്നെ അത് കൂടാണ്ട് ഓപ്പൺ വെല്ലിലത്തെ വെള്ളം, ഫിൽട്ടർ ആവാത്ത വെള്ളവും അദ്ദേഹം ഈ 2024 ഫെബ്രുവരി 19 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽട്ടർ ആവാത്ത വെള്ളം ഈ ഫെബ്രുവരിയിൽ ടെസ്റ്റ് ചെയ്തത് ടർബിഡിറ്റി 11 ആണുള്ളത്. അതുപോലെ pH 6.2 ആണുള്ളത്. അയൺ വരുന്നത് 1.41 മില്ലിഗ്രാമാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മാർച്ചിലുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയായിരിക്കില്ല അടുത്ത മാസം ഏപ്രിലിൽ വെള്ളം കുറയുമ്പോഴും കൂടുമ്പോഴൊക്കെ ഈ കിണറ്റിലത്തെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് വളരെ കൂടുതൽ 5 മില്ലിഗ്രാമൊക്കെ അയൺ ഇവിടെ വന്നു വരാം. അപ്പോൾ നമ്മൾ അത്രയും മോശം വെള്ളമായാൽ പോലും ഏറ്റവും വെള്ളം ഔട്ട്പുട്ട് നല്ല ക്ലിയർ ആയി കിട്ടാവുന്ന രീതിക്കാണ് ഇവിടുത്തെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫിൽട്ടർ ആവാത്ത വെള്ളം, ഫിൽട്ടറായ വെള്ളത്തിൻ്റെ അവസ്ഥ വരുന്നത്. പ്ലാന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ട കോസ്റ്റ് വേണം. ഇപ്പോൾ ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞ ഒരു iPhone Pro സീരീസ് ഫോൺ വാങ്ങുന്ന കോസ്റ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ തന്നെ മാനുവൽ സിസ്റ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കോ മാനുവൽ സിസ്റ്റംസോ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഏറ്റവും ചിലവ് കുറഞ്ഞ, അതായത് തീരെ വില കുറഞ്ഞ ഫിൽറ്റർ വെച്ചിട്ട് ഏറ്റവും മോശം വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിൽറ്റർ ഔട്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് അനുസരിച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് ക്വാളിറ്റി കിട്ടുന്ന രീതിക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള മീഡിയയും കാര്യങ്ങളും ഉപയോഗിച്ച് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഡിസൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ആയാലും മാനുവൽ ആയാലും അതിനുവേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.